JP അനു അഭിനവ് എന്ന ഫേസ്ബുക്ക് പേജിലൂടെ സ്വന്തം ഭാര്യയുടെ രോഗവിവരം പറഞ്ഞ് പണം പിരിക്കുകയും അങ്ങനെ കിട്ടിയ പണം ചികിത്സയ്ക്കായി ഉപയോഗിക്കാതെ ദുരുപയോഗം ചെയ്തു എന്നൊരു മാധ്യമത്തിലൂടെ ഭാര്യയുടെ അമ്മ പറയുകയും അത് വാർത്ത ആവുകയും ചെയ്തു. അതിനുശേഷം ജയപ്രകാശ് ലൈവിൽ വന്ന് പറയുന്നു ഇതെല്ലാം കള്ളമാണെന്ന്. അതുകൊണ്ട് തന്നെ വാർത്ത ആദ്യം പുറത്തുവിട്ട മാധ്യമത്തിനെതിരെ കോടതിയെ സമീപിക്കാൻ പോകുവാണെന്നും പറയുന്നു. ഇവിടെ പാലിക്കേണ്ട ഒരു വാക്കുണ്ട്, അതാണ് ഔഡി അൾട്രം പാർട്ടം. ഔഡി അൾട്രം പാർട്ടം നല്ല വെയിറ്റുള്ള വാക്കല്ലേ? ഈ വാക്ക് ആരെങ്കിലും കണ്ടിട്ടോ കേട്ടിട്ടോ ഉണ്ടോ? ഈ വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? ഔഡി അൾട്രം പാർട്ടം ഇതൊരു ലാറ്റിൻ ഫ്രേസാണ്. ഇതിൻ്റെ അർത്ഥം മറുഭാഗം കൂടി കേൾക്കുക എന്നതാണ്. മാത്രമല്ല ഈ വാക്ക് ഒരു ലീഗൽ പ്രിൻസിപ്പിളാണ്. അതായത് ഒരാൾക്ക് എതിരെ വരുന്ന ഏതൊരു ആരോപണത്തിനും അയാൾക്ക് പറയാനുള്ളത് കൂടി കേൾക്കാതെ അയാളെ വിലയിരുത്തുകയോ വിധി കൽപ്പിക്കുകയോ ചെയ്യരുത്. ലോകത്തുള്ള മിക്കവാറും ജനാധിപത്യ രാജ്യങ്ങളിലെ നിയമവ്യവസ്ഥ ഈ പ്രിൻസിപ്പിൾ ഉൾക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഇനി ഇതിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഏതൊരു ജനാധിപത്യ സമൂഹത്തിലും നിർണായക പങ്ക് വഹിക്കുന്നവരാണ് മാധ്യമങ്ങൾ. ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി തുടങ്ങി ജനാധിപത്യത്തിൻ്റെ 4ാം തൂണായ മാധ്യമങ്ങൾ വിവരങ്ങൾ നൽകുക, അധികാരത്തിൽ ഉള്ളവരെ ഉത്തരവാദിത്തത്തോടെ നിർത്തുക, പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുക എന്നത് മാധ്യമധർമ്മമാണ്. എന്നാൽ പക്ഷപാതപരമായ മാധ്യമങ്ങൾ പലപ്പോഴും ഉള്ളടക്കത്തേക്കാൾ പ്രാധാന്യം സെൻസേഷണലിസത്തിന് കൊടുക്കുന്നു. അതിന് ഉദാഹരണമായി നിരവധി വാർത്തകൾ നമുക്ക് ചുറ്റും കാണാം. അവയിൽ ചിലത്: ജീവിക്കുന്ന മനുഷ്യരെ കണ്ട പോകുന്ന പോക്ക് കണ്ടോ? എനിക്ക് ഇത്രയും പോലും സ്വാധീനമില്ലാത്തൊരു വ്യക്തിയാണ്. കണ്ട ഒരു മനുഷ്യനെ എത്രത്തോളം വലിച്ചു കീറാമോ സോഷ്യൽ മീഡിയയിൽ, അത്രത്തോളം വലിച്ചു കീറി ഒരു കുടുംബത്തിന്റെ എൻ്റെ അച്ഛനാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. ഞാൻ എൻ്റെ മോളെ ഇതുപോലെ അവരുടെ വീട്ടിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന് നിങ്ങൾ ഇന്നാൾ വന്നപ്പോൾ എനിക്ക് ഈ കാര്യങ്ങളെല്ലാം എൻ്റെ അവസ്ഥകൾ പറയാൻ, എവനെയും കൊണ്ടുള്ള ശല്യം സഹിക്കാൻ വയ്യാന്ന് പറയാൻ പേടിയുണ്ട്. അവൻ ഞങ്ങളെ കൊല്ലും. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ഈ കുഞ്ഞിൻ്റെ പേര് ഇഷ്ടം പോലെ പൈസ വന്നത് മൊത്തം അവൻ ദുര്യോഗം ചെയ്യുക. അതല്ല, ഇവൻ പൈസയ്ക്ക് വേണ്ടി അനുമോളെ എന്ന് വിളിക്കുന്നിട്ട് അവൻ ടൂറ് പോകും. 5-6 ദിവസം പോയി ടൂറ്. ഈ കുഞ്ഞ് എന്തോ കഴിച്ച് അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ എങ്ങനെ ഉണ്ടെന്ന് പോലും അവൻ വിളിച്ച് ചോദിക്കത്തില്ല. പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞത്, തീർച്ചയായിട്ടും നമ്മളൊരു ഒരിടത്ത് മുമ്പിൽ വന്നിരുന്ന് കരയുക എന്ന് പറയുന്നത് ഭയങ്കര ഷെയിമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ 19 ദിവസം പോരാടിയില്ലേ. കൃത്യമായും വ്യക്തമായും ഇരുവശങ്ങളും നോക്കാതെ ഒരു വശം മാത്രം ചർച്ച ചെയ്യപ്പെടുമ്പോൾ മറുവശം എന്താണെന്ന് ആരും അറിയില്ല. ആ മറുവശം കൂടി അറിയുമ്പോൾ, മാധ്യമങ്ങൾ പറയുമ്പോൾ ആണ് ആ വാർത്ത പൂർണ്ണമാവുന്നത്. അല്ലാത്ത പക്ഷം അത് അപൂർണമാണ്.